ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അമ്മ ഇന്ന് എന്ത് മീൻ കറി വെക്കണത്? അയിലയാ? അപ്പോൾ ഇത്ര ഉള്ളി മതിയാ? അത് അരച്ചിട്ടുണ്ടാക്കണ കാരണം നമ്മൾ എടുക്കണതിൻ്റെ പകുതി സാധനങ്ങൾ മതി അരച്ചിട്ടുണ്ടാക്കാം അല്ലേ? ഇതിനകത്ത് ചാളയുണ്ട്, അയിലയുണ്ട് കേട്ടോ. ചാള കുഞ്ഞാറ്റയ്ക്ക് വറുത്ത് കൊടുക്കാനാണേ. അയില നമ്മൾ കറി വയ്ക്കും. ആകെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി എന്നാണ് അമ്മ പറഞ്ഞത്. ഇത് അരച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഇവിടുത്തെ അപ്പാപ്പയും കൊച്ചുമോളും പയർ നന്നാക്കുകയാണേ. കുഞ്ഞാറ്റ എന്നെ എടുക്കണേ? പയർ നന്നാക്കണം. നാളെ കറി ഉണ്ടാക്കാനാ? ആണോ? മീൻകറി വെക്കാൻ വന്നിട്ടുണ്ടോ ആറ്റപ്പെണ്ണെ? രാവിലെ വീഡിയോ വന്നിട്ട് കാണാന്നാ? ആ, ഓക്കേ. ഇഞ്ചി ഞാൻ കഷ്ണാക്കിയതാണ്, ഇനി പറയാണ്ടാവണ്ടെന്ന് വെച്ചിട്ട്. ചുമന്നുള്ളി, മുളക്, കറിവേപ്പിൻ്റെ അല്ല കുറച്ചിടണുള്ളൂ. കുറച്ച് നമുക്കേ കറിയിൽ ഇട്ട് കൊടുക്കാം. ഒന്നുമില്ലാണ്ട് ഇതൊന്നും കാണില്ല കേട്ടോ. ഇതെന്ത് കുഞ്ഞാറ്റ ഇവിടെ കാണിക്കണേ? ഒന്നും കാണില്ല. ഒരാൾ അമ്മാമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അവിടെ ഇരിക്ക്. കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടില്ലല്ലോ. കുറച്ച് വെള്ളം തന്നെ നന്നായി തിക്കിലുണ്ടെങ്കിൽ അരിഞ്ഞ് കിട്ടും. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണം. എണ്ണ കുറച്ച് മതി അല്ലേ? പൊട്ടിച്ചെടുത്തത് തീ കുറച്ച് മതി. നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾക്ക് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ടിട്ട് അരയ്ക്കാം. അല്ലാത്തവർക്ക് ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയും ചെയ്യാം. നമ്മളിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ആരെങ്കിലും കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാമെന്നുള്ളത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും അടുക്കളയിൽ വന്നതാ ഇങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ അവരെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അമ്മേനെ വെറുതെ പൊക്കി പറയുമെന്നല്ല, പക്ഷെ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അവൾക്കാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മ ഉണ്ടാക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീൻകറി. മീനൊക്കെ നല്ല പോലെ എരിവുണ്ടെങ്കിലും ആൾ കഴിച്ചോളും. ഭയങ്കര പുളി അതിന്. അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, വലിയ കഷ്ണമാണ്. അപ്പോൾ അത് ഞാൻ മുറിച്ചിടണേ കേട്ടോ. ഫുള്ളായിട്ട് 2 കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര
എടുക്കേണ്ടി വരും ഇടയ്ക്ക്. അത് മുറിച്ചിട്ടാൽ വേഗമാവും. വേഗമാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരപ്പും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കാം കേട്ടോ. ഇത് നമ്മുടെ നേരത്തെ കറി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അരപ്പാണ്. അങ്ങനെ മീൻ വറുക്കാനുള്ള എല്ലാ മസാലകളും നമ്മൾ തേച്ച് പിടിപ്പിച്ചു. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ മീനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും വലിയൊരു ചാള കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചാള എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് തന്നെയാണോ പറയണേ അതോ വേറെ എന്തെങ്കിലും പേരുകൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ മീൻകറി ചെയ്ത് നോക്കാത്ത ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാലയെല്ലാം നല്ല രീതിയിൽ മീനിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ ആ മീനിൻ്റെ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ താല്പര്യക്കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ അരച്ച് ചേർക്കുന്നത് വഴി അവർക്കത് മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഫൈനലി ഇതാ നമ്മുടെ മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതാ നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെ മീൻ കറിയും മീൻ വറുത്തതും കൂട്ടി നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മീൻ കറി എങ്ങനെയുണ്ട്?